ഒപ്റ്റിക് ഫൈബറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്റ്റിക് ഫൈബറിനെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആയിരുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് മോഡ്സ് ആണ്. ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സിംഗിൾ മോഡ് ഫൈബേഴ്സും മൾട്ടി മോഡ് ഫൈബേഴ്സും. അപ്പം സിംഗിൾ മോഡ് ഫൈബേഴ്സ് നോക്കാം. സിംഗിൾ മോഡ് ഫൈബേഴ്സിനെ പറയുന്ന വേറൊരു പേരാണ് മോണോ മോഡ് ഫൈബേഴ്സ്. സിംഗിൾ മോഡ് ഫൈബറിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? മോണോ മോഡ് ഫൈബേഴ്സ്. ഈ മോണോ മോഡ് ഫൈബേഴ്സ് അല്ലെങ്കിൽ സിംഗിൾ മോഡ് ഫൈബേഴ്സ് അതിനകത്തൂടെ ഒരു സിംഗിൾ മോഡ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ കോറിൻ്റെ ഡയമീറ്റർ തീരെ കുറവായിരിക്കും. സിംഗിൾ മോഡ് ഫൈബറിനകത്തെ കോറിൻ്റെ ഡയമീറ്റർ വളരെ കുറവായിരിക്കും. അതൊരു 5 to 10 മൈക്രോമീറ്റർ ഒക്കെ വരത്തുള്ളൂ. 5 to 10 മൈക്രോമീറ്റർ ഒക്കെ കോറിൻ്റെ ഡയമീറ്റർ വരത്തുള്ളൂ. അത് തീരെ കുറവായിരിക്കും. അതേ സമയത്ത് ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ എങ്ങനെയാണ്? ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ വളരെ കൂടുതലായിരിക്കും. ഡയമീറ്റർ ഓഫ് ക്ലാഡിംഗ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. 125 മൈക്രോമീറ്റർ വരെയൊക്കെ വരും. കോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ വളരെ കൂടുതലായിരിക്കും. 125 മൈക്രോമീറ്റർ വരെയൊക്കെ വരും. യൂഷ്വലി സിംഗിൾ മോഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ് ആണ്. നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും പഠിക്കും. അപ്പം ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആയിരിക്കും. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്നാ? ഡിസ്പേർഷൻ കുറവാണ്. ഡിസ്പേർഷൻ കുറവായതുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ്റെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നെഗ്ലിജിബിൾ ഡിസ്പേർഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ സിംഗിൾ മോഡ് ഫൈബേഴ്സ് ആർ ഫ്രീ ഫ്രം ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ. ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഇല്ല. എന്താണ് ഈ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ? ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈബറിനകത്തേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന അല്ലെ ലൈറ്റ് പൾസ് എൻ്റർ ചെയ്യുന്ന ടൈമും അതിൽ നിന്നും ലീവ് ചെയ്യുന്ന ടൈമും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിക് ഫൈബറിൻ്റെ ഒരെൻഡിൽ ലൈറ്റ് എൻ്റർ ചെയ്യും, ലൈറ്റ് പൾസ് എൻ്റർ ചെയ്യും, മറ്റേ എൻഡിൽ അത് ലീവ് ചെയ്യും. അപ്പം ഇത് തമ്മിലുള്ള ടൈം ഡിഫറൻസിനെയാണ് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സിംഗിൾ മോഡ് ഫൈബേഴ്സ് ആർ ഫ്രീ ഫ്രം ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ. ഇതിൽ നിന്ന് ഫ്രീ ആണ്. പിന്നെ പറയുന്നത് ഹയർ ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നൊക്കെയാണ്? ഡിസ്പേർഷൻ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാം. അതുപോലെ ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഇല്ല. പിന്നെ പറഞ്ഞ എന്താണ്? നമുക്ക് ഹയർ ബാൻഡ് വിഡ്ത്ത് ഉള്ളതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാം. എന്നാൽ ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ, അതായത് LED നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലൈറ്റ് പവറിന് വേണ്ടിയിട്ട് LEDs കണക്ട് ചെയ്യാൻ ഇറ്റ് കനോട്ട് ബി കണക്റ്റഡ്. ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ യൂസിങ് LED കനോട്ട് ബി കണക്റ്റഡ്. LED വെച്ചുള്ള ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഫൈബറിനകത്തേക്ക് ലൈറ്റ് ലോഞ്ച് ചെയ്യാനും തിരിച്ച് മറ്റേ എൻഡിൽ ഇത് തിരിച്ചെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫൈബറിനകത്തേക്ക് ലൈറ്റ് ലോഞ്ച് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, സിമിലർ ഫൈബേഴ്സ് എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിംഗിൾ മോഡ് ഫൈബേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നാക്കിയാൽ ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ യൂസിങ് LED കനോട്ട് ബി കണക്റ്റഡ്. LED വെച്ചുള്ള ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ ഒരെൻഡിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഫൈബറിനകത്തേക്ക് ലൈറ്റ് ലോഞ്ച് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതുപോലെ സിമിലർ ഫൈബേഴ്സ് എൻഡ് ടു എൻഡ് കണക്ഷൻ ചെയ്തെടുക്കാനും ഡിഫിക്കൽട്ടാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് മൾട്ടി മോഡ് ഫൈബേഴ്സ് ആണ്. മൾട്ടി മോഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൈബേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ മോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് മൾട്ടി മോഡ് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർ റേഡിയസ് എങ്ങനെയായിരിക്കും? കോർ റേഡിയസ് കൂടുതലായിരിക്കും. സിംഗിൾ മോഡ് ഫൈബറിനേക്കാളും കോർ റേഡിയസ് ഇതിന് കൂടുതലായിരിക്കും. ഇനി നമുക്ക് മൾട്ടി മോഡ് ഫൈബേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ മോഡ് ഫൈബറിന് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ മൾട്ടി മോഡ് ഫൈബറിന് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഉണ്ട്. മൾട്ടി മോഡ് ഫൈബറിന് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഇടയ്ക്ക് ഡിസ്പേർഷൻ ഉണ്ടാവും. അപ്പം ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ആർക്കുണ്ട്? മൾട്ടി മോഡിനുണ്ട്. ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഉണ്ട്. അതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഇടയ്ക്ക് ഡിസ്പേർഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഇടയ്ക്ക് ഡിസ്പേർഷൻ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി മോഡ് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സിംഗിൾ മോഡ് ഫൈബറും മൾട്ടി മോഡ് ഫൈബറും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് നോക്കാം. ഡിഫറൻസസ് പറയുമ്പം സിംഗിൾ മോഡ് ഫൈബർ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തിനാണ്?
സിംഗിൾ മോഡാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിംഗിൾ മോഡ് ഫൈബർ എന്ന് വിളിക്കുന്നത്. മൾട്ടി മോഡ് ഫൈബറിനകത്തോടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ മോഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് മൾട്ടി മോഡ് ഫൈബർ എന്ന് വിളിക്കുന്നത്. സിംഗിൾ മോഡ് ഫൈബറിൻ്റെ കോർ ഡയമീറ്റർ തീരെ കുറവായിരിക്കും. സിംഗിൾ മോഡ് ഫൈബർ ആണെങ്കിൽ കോർ ഡയമീറ്റർ തീരെ കുറവായിരിക്കും. എന്നാൽ മൾട്ടി മോഡ് ഫൈബർ ആണെങ്കിലോ കോർ ഡയമീറ്റർ വളരെ കൂടുതലായിരിക്കും. സിംഗിൾ മോഡ് ആണെങ്കിൽ ഈ കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. സിംഗിൾ മോഡ് ഫൈബറിനകത്ത് കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് ഇല്ലേ, കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് സിംഗിൾ മോഡിന് വളരെ കുറവായിരിക്കും. എന്നാൽ മൾട്ടി മോഡ് ആണെങ്കിലോ, മൾട്ടി മോഡ് ആവുമ്പം കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് ലാർജാണ്. കാരണം എന്നാ, കോറിൻ്റെ ഡയമീറ്റർ കൂടുതലാണ്. കോറിൻ്റെ ഡയമീറ്റർ കൂടുതലായതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ സിംഗിൾ മോഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ യൂസിങ് LED കനോട്ട് ബി കണക്റ്റഡ്. അതിൻ്റെ ഇൻപുട്ടിലേക്ക് അല്ലെങ്കിൽ ഫൈബറിൻ്റെ ഒരു എൻഡിലേക്ക് ഇൻപുട്ട് ലോഞ്ച് ചെയ്യാൻ, ഒപ്റ്റിക്കൽ പവർ ലോഞ്ച് ചെയ്യാൻ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞായിരുന്നു. സോ ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ യൂസിങ് LED കനോട്ട് ബി കണക്റ്റഡ്. എന്നാൽ മൾട്ടി മോഡിനാണെങ്കിൽ ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ യൂസിങ് LED ക്യാൻ ബി ഈസിലി കണക്റ്റഡ്. LED വെച്ചുള്ള ഒപ്റ്റിക്കൽ ലൈറ്റ് പവർ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സിംഗിൾ മോഡ് ആണെങ്കിൽ നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. എൻഡ് ടു എൻഡ് കണക്ഷൻ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കണക്ട് ടു ഫൈബേഴ്സ് എൻഡ് ടു എൻഡ് കണക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മൾട്ടി മോഡ് ഫൈബറിൻ്റെ കേസിൽ എൻഡ് ടു എൻഡ് കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. അതുപോലെ സിംഗിൾ മോഡ് ഫൈബറിനകത്ത് ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ മൾട്ടി മോഡിനകത്ത് ഇൻ്റർമോഡൽ ഡിസ്പേർഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസിന് അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഷോർട്ട് ഡിസ്റ്റൻസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് സിംഗിൾ മോഡ് ഫൈബറിൻ്റെയും മൾട്ടി മോഡ് ഫൈബറും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്.